ഈ ഒരു വേൾഡ് കപ്പിൽ ഒരുപാട് ത്രില്ലിംഗ് മാച്ചസ് നടന്നിട്ടുണ്ട്. ജപ്പാൻ വേഴ്സസ് നെതർലാൻഡ്, സെനഗൽ വേഴ്സസ് ഫ്രാൻസ്, ഐവറി കോസ്റ്റ് വേഴ്സസ് ജർമ്മനി, അതുപോലെ തന്നെ നെതർലാൻഡ് വേഴ്സസ് സ്വീഡൻ. ആ സ്കോർ കാർഡൊക്കെ കാണുമ്പോൾ അതൊരു വൺ സൈഡ് മാച്ചായിട്ട് തോന്നുമെങ്കിലും ആ മാച്ച് കണ്ടവർക്കറിയാം സ്വീഡൻ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നെതർലാൻഡിൻ്റെ ആ ഒരു ഡിഫൻസ് വാളിലാണ് സ്വീഡൻ വിട്ടുപോയത്. അതുപോലെ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുന്ന ഒരു മാച്ചാണ് ഫ്രാൻസ് വേഴ്സസ് നോർവേ. ഫ്രാൻസ് നമുക്കറിയാം ഓൾറെഡി ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമാണ് അല്ലേ. അവർ കഴിഞ്ഞ വേൾഡ് കപ്പിൽ റണ്ണേഴ്സപ്പാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ രണ്ട് കളിയിലും നല്ല രീതിക്ക് വിജയിച്ച ഒരു ടീമാണ് ഫ്രാൻസ്. ഇവിടെ നോർവേ ആവട്ടെ 28 വർഷങ്ങൾക്ക് ശേഷമാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. പക്ഷെ അവരുടെ ആ ഒരു കളി കണ്ടാൽ 28 വർഷത്തിന് ശേഷം കളിക്കുന്ന ഒരു ടീമാണെന്ന് നമുക്ക് തോന്നില്ല. അത്രയും കിടിലായിട്ടാണ് അവർ ഓരോ മാച്ചും കളിക്കുന്നത്. അവരും രണ്ട് കളിയിൽ രണ്ടും വിജയിച്ച് തന്നെയാണ് ഫ്രാൻസിനെ നേരിടുന്നത്. അപ്പോൾ ഇവിടെ എംബപ്പയും ഒലിസയും തമ്മിലുള്ള കോമ്പിനേഷൻ ആണെങ്കിൽ ഈ നോർവേയിൽ ഹാലൻഡും ഒഡിഗാർഡും തമ്മിലുള്ള കോമ്പിനേഷൻ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നെക്സ്റ്റ് മാച്ചിൽ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പറയാം ഈ ഒരു മാച്ചിൽ ആരാണ് ജയിക്കുക? നിങ്ങളുടെ സ്കോർ കാർഡ് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ.